പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകളിൽ ചോർച്ചയില്ലെന്ന് ഉറപ്പാക്കാതെ താൽക്കാലിക മണ്ണ് ബണ്ട് പൊളിക്കാനുള്ള ഇറിഗേഷൻ വകുപ്പിന്റെ നീക്കം നാട്ടുകാർ തടഞ്ഞു. റെഗുലേറ്ററിന് ഇരുവശവും സ്ഥാപിച്ച മണൽ ബണ്ട് നീക്കം ചെയ്യാനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് സമരസമിതിയും നാട്ടുകാരും ചേർന്ന് തിരിച്ചയച്ചത്. 8 കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് റെഗുലേറ്റർ നവീകരണം പൂർത്തിയാക്കിയത്. നിർമ്മാണം പൂർത്തിയായെന്ന് അധികൃതർ അവകാശപ്പെടുമ്പോഴും ഷട്ടറുകൾക്കിടയിലൂടെ ഇപ്പോഴും വെള്ളം ചോരുന്നുണ്ടെന്നും കൃത്യമായി ലീക്ക് ടെസ്റ്റ് നടത്താതെ ബണ്ട് പൊളിച്ചാൽ കുടിവെള്ള സ്രോതസ്സുകളിലും കൃഷിയിടങ്ങളിലും ഉപ്പുവെള്ളം കയറുമെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. പെരിങ്ങാട് പുഴയിൽ നിന്നും KLDC കനാലിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ എല്ലാ വർഷവും ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ഇവിടെ താൽക്കാലിക ബണ്ട് നിർമ്മിക്കാറുള്ളത്. ശക്തമായ ഒഴുക്കിൽ ബണ്ട് തകരുന്നത് പതിവായതോടെയാണ് ഇതിന് ശാശ്വത പരിഹാരമെന്നോണം 8 കോടി രൂപ ചിലവഴിച്ച് ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരിച്ചത്. എന്നാൽ കോടികൾ ചിലവഴിച്ചിട്ടും റെഗുലേറ്ററിന്റെ ഷട്ടറുകളിലെ ചോർച്ച പൂർണ്ണമായും അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പ്രദേശവാസിയായ ഷൈൻ മുല്ലശ്ശേരി പറഞ്ഞു. നമ്മളെന്തായാലും ഉപ്പുവെള്ളം കുടിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്തുള്ള എല്ലാ ജനങ്ങളും കഴിയുന്നത്. അപ്പോൾ നാളെ നമ്മളുടെ ഭാവിയിലുള്ള കുട്ടികൾക്കും നമ്മളെ കുടുംബങ്ങൾക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ ബാധ്യതയോ നമ്മൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നാളെ വരുന്ന അവർ എഞ്ചിനീയർമാരായിക്കോട്ടെ, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരായിക്കോട്ടെ, അവർ നമുക്ക് ഇതിൻ്റെ ലീക്കില്ലാന്ന് നമുക്ക് കാണിച്ച് തെളിവ് തന്നാൽ മാത്രമേ നമ്മൾ ഇതിന് സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഉണ്ടാവും. ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഇടിയഞ്ചിറ സംരക്ഷണ പൗരസമിതി ഭാരവാഹികൾ അറിയിച്ചു. TCV ന്യൂസ് പാവറട്ടി.